ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്നത്തെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും ഇന്നലത്തെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക, ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു പരിപ്പ് കറി വെക്കണമെന്ന് കാണിക്കുമോയെന്ന്. അപ്പോൾ ഞാനെങ്ങനെ വെക്കുക എന്നുള്ളതൊന്ന് കാണിക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇതാ മോൾക്ക് സ്കൂളിൽ കൊണ്ടുപോകണമല്ലോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് അടുപ്പിൽ വറുക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പരിപ്പും വെളുത്തുള്ളിയും തക്കാളിയും ഇട്ടിട്ട് ഒന്ന് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറൊരു പാത്രത്തിൽ നമ്മൾ ഉരുളക്കിഴങ്ങും കത്തിരിക്കായും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ പാല് കാച്ചുന്നുണ്ട്. പിന്നെ തേങ്ങയൊക്കെ ചിരണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ ഉരുളക്കിഴങ്ങും കത്തിരിക്കായും മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് ഇത്തിരി വെള്ളത്തിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വെന്ത പരിപ്പിന് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് സമയമുള്ള പോലെയൊക്കെ നമുക്ക് പരിപ്പ് കറി വെക്കാൻ പറ്റും. അപ്പോൾ വേഗം ആവണം എന്ന് പറഞ്ഞാൽ എല്ലാം പാടെ കുക്കറിലിട്ട് അടിച്ച് തേങ്ങ ഒഴിച്ച് താളിച്ച് നമ്മുടെ പരിപ്പ് കറി റെഡിയാവും. ഇല്ല പറഞ്ഞത് എങ്ങനെ വെച്ചാൽ മതി കേട്ടോ. അങ്ങനെ വെക്കുമ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊന്നും ഉടയുമില്ല. അപ്പോൾ ഞാനിതിലിട്ടിക്കുന്നത് ഉരുളക്കിഴങ്ങും കത്തിരിക്കായും മാത്രമാണ് കേട്ടോ. മുരിങ്ങക്കായ ഉള്ളവർക്ക് അതുകൂടാ. അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിക്കായിരിക്കുമല്ലേ പരിപ്പ് കറി വെക്കുക. അപ്പോൾ ഞാനിങ്ങനെ പാലക്കാട് സ്റ്റൈൽ ഇങ്ങനെ കേട്ടോ പരിപ്പ് കറി വെക്കുക. അപ്പോൾ നമ്മുടെ എരിവിന് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. പിന്നെ ഇങ്ങനെ പരിപ്പും എല്ലാം ഇട്ട് മുളക് ചൂരൊക്കെ പോയ ശേഷം നമ്മുടെ തേങ്ങ അതിലേക്ക് കൂട്ടി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചട്ടിയിൽ തനിച്ച് വേവിക്കുകയാണെങ്കിൽ ഉരുളക്കിഴങ്ങും കത്തിരിക്കായൊന്നും ഉടഞ്ഞു പോകില്ല. പിന്നെ പക്ഷേ കുക്കറിൽ ഒന്നിച്ചങ്ങനെ ഇടുകയാണെങ്കിൽ ഒരു 2 വിസിലിന് 1.5 വിസിലിന് ഇറക്കേണ്ടി വരും കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ഒക്കെ ഉടഞ്ഞ് ഇതായി പോകും. പിന്നെ ഞാൻ തേങ്ങ കൂട്ടിയിട്ട് ഇനി പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് തേങ്ങ കൂട്ടി ഒന്ന് തിളച്ച ശേഷം കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. മല്ലിയിലയും കൂടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഉള്ളത് കൊണ്ട് ഇത്തിരി ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഞാൻ അവൾക്ക് നേരത്തെ സ്കൂളിൽ കൊണ്ടുപോകണമല്ലോ. അപ്പോൾ നമ്മുടെ 8:30 മണിയാകുമ്പോഴത്തേനും ചോറും കൂട്ടാനൊക്കെ ആവും കേട്ടോ. അപ്പോൾ ഞാൻ അടുപ്പിൽ ചോറ് വെച്ച ശേഷം പിന്നെ ഉരുളക്കിഴങ്ങ് വറുക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ കൂട്ടി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ അപ്പുറത്തെ അടുപ്പിൽ ചായ തിളക്കിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. അമ്മക്ക് പിന്നെ നമുക്ക് രാവിലെ എണീച്ച് ഒത്തിരി ചായ കിട്ടണമല്ലോ. പിന്നെ ഇനി ഇതിലേക്ക് നമ്മുടെ കടുവും കറിവേപ്പിലയും ഇട്ടിട്ടൊന്ന് അപ്പുറത്തെ അടുപ്പിൽ ഞാൻ ചട്ടിയിൽ കടുവും കറിവേപ്പിലയും ഇട്ടൊന്ന് താളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ കേട്ടോ പരിപ്പ് കറി വെക്കുക. എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, പലരും പല രീതിക്കായിരിക്കും കേട്ടോ പരിപ്പ് കറി വെക്കൽ. അപ്പോൾ നമ്മൾ പാലക്കാട് സ്റ്റൈലിൽ ഇങ്ങനെ കേട്ടോ വെക്കുക. പിന്നെ നമുക്ക് ഇനി ഉരുളക്കിഴങ്ങ് ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ നീളത്തിൽ മുറിച്ചാലും ഒക്കെ വെന്തതായപ്പോൾ അങ്ങനെ ഉടഞ്ഞ് പൊടി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അവളുടെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് ചാറ് തീന്ന് ചൂടാറാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അവൾക്ക്. അപ്പോൾ ചൂടോടെ നമ്മൾ ആക്കണില്ല, ചൂടാറിയിട്ടാട്ടോ ആക്കണം. അപ്പോൾ ചോറും ഞാൻ പ്ലേറ്റിൽ വിളമ്പി വെച്ചിട്ടുണ്ട് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്ലേറ്റിൽ നിന്ന് നമ്മൾ ഡിഫൻ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലത്തെ ചോറും കറികളൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ വൈകുന്നേരം ചോറ് തികഞ്ഞില്ലെങ്കിൽ മാത്രം കഴുകിയിട്ട് എന്തെങ്കിലും നാസ്റ്റ് ഉണ്ടാക്കുള്ളൂ കേട്ടോ. പിന്നെ പിന്നെ ഇന്ന് മണ്ണാർക്കാട് പോകണം വേണ്ടി നിൽക്കുന്നുണ്ട്. ഇന്ന് പോയാൽ പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അതോ ഇനി നാളെ വരുമോയെന്ന് അറിയില്ല. വരുമ്പോൾ ചിലപ്പോൾ പനിയും കൂട്ടിയിട്ട് വരും. അപ്പോൾ ഉമ്മാക്ക് ഇടയ്ക്കിടയ്ക്ക് പനിങ്ങനെ കാണണം. പിന്നെ മരുന്നൊക്കെ വാങ്ങിച്ചു കൊണ്ട് കൊടുക്കണം. അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെയെങ്കിലും ഒരു ഭാഗത്ത് നിന്നൂടെ എന്ന് പറഞ്ഞു ഞാൻ കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇളാമാൻ്റെ അവിടെയാണ് കേട്ടോ. അപ്പോൾ ഇനി അമ്മ പോയിട്ട് ചിലപ്പം ആങ്ങളുടെ അവിടെ 2 ദിവസം നിന്നിട്ട് പനിയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരും തോന്നുന്നു. അപ്പോൾ പെരുന്നാളൊക്കെ ആവാനായില്ലേ, എല്ലാവരും ഡ്രസ്സൊക്കെ എടുത്തോ. അപ്പോൾ ഇപ്രാവശ്യം നമ്മുടെ ഡ്രസ്സ് എടുക്കലൊക്കെ കണക്ക് തന്നെ കേട്ടോ. അപ്പം നമ്മുടെ അവിടെ അടവിനൊരു ചേച്ചി വരലുണ്ട്. അപ്പോൾ അതിനെക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെറിയ തോതിൽ കുട്ടികൾക്കെങ്കിലും ഒന്ന് എടുക്കണം എന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് പിന്നെ അടച്ചു കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. പെരുന്നാളാകണം മുമ്പ് കൊണ്ടുവന്നാൽ അങ്ങനെ ആയിട്ടോ. അപ്പോൾ പിന്നെ റിൻഷി മോൾക്ക് പിന്നെ ഉണ്ട്. പിന്നെ ബാക്കി 3 ആൾക്ക് നോക്കിയാൽ മതി കേട്ടോ. പിന്നെ അതപ്പോൾ ഞാൻ പിന്നെ ഇന്നലത്തെ കുറച്ച് വൈകുന്നേരത്തെ ഒരു വീഡിയോ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ റിൻഷി മോളൊക്കെ ആക്കി പിന്നെ റിയാസ്ക്ക് വന്നാൽ അവൾ പോകും. പിന്നെ ഉമ്മ മണ്ണാർക്കാട് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സാധനങ്ങളൊക്കെ സെഞ്ചിയിലാക്കിയിട്ടുണ്ട്. പിന്നെ ഉപ്പാൻ്റെ പെൻഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പാൻ്റെ പെൻഷൻ വന്നപ്പോൾ ഉപ്പാക്ക് മരുന്നൊക്കെ വാങ്ങിയിട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ പനിയും കണ്ട് അങ്ങനെ അങ്ങോട്ട് വരുമായിരിക്കും. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ചെറിയൊരു ഇത് നടത്തി. അപ്പോൾ ഉമ്മാൻ്റെ വക എനിക്ക് പെരുന്നാളൊക്കെ ആയ ബിരിയാണി വെക്കാൻ വട്ടയൊന്നുമില്ല കേട്ടോ. ഉള്ളത് എൻ്റെ കുഞ്ഞുനാളിലുള്ള പഴയ വട്ടയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഒത്തിരി കേട് വന്നു തുടങ്ങി. അപ്പം ഞാൻ ആദ്യമായിട്ടാട്ടോ അപ്പോൾ പുതിയ വട്ട വേണമെന്ന് പറഞ്ഞപ്പോൾ ഉമ്മ പെൻഷൻ കിട്ടി
പെൻഷൻ കിട്ടിയപ്പോൾ അതിന്ന് ഒരു വട്ട വാങ്ങിത്തരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം അത് വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് വീഡിയോ ഞാനിവിടെ കാണിക്കുന്നുണ്ട്, പോണതും വാങ്ങിക്കണ വീഡിയോ ഒക്കെ. അപ്പം അതാ പോകാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം മനസ്സോടെ 36 പോകുന്നുണ്ട്. ഇവിടുന്ന് പോകാൻ ഭയങ്കര മടിയാണ് കേട്ടോ, പോകാനേ ഇഷ്ടമല്ല. പിന്നെ ഇപ്പാനെ ആലോചിച്ചിട്ട് ഇപ്പാക്ക് മരുന്നൊക്കെ വാങ്ങിച്ചു കൊടുക്കണ്ടേ പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ പെൻഷൻ കിട്ടിയപ്പോൾ മരുന്നൊക്കെ ആയുർവേദ മരുന്നാണ് ഇപ്പം കഴിക്കൽ. അപ്പോൾ ഇപ്പാക്ക് കുറേ എന്തൊക്കെയോ സൂക്കേടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇടുപ്പിനും തലേൻ്റെ ഞരമ്പിനൊക്കെ കംപ്ലൈൻറ്റ് ഉണ്ട് കേട്ടോ. ഷോക്ക് അടിച്ചിട്ട് ഇടുപ്പിലൊക്കെ ഇതായതിൻ്റെ മരുന്നൊക്കെ വാങ്ങിയിട്ട് മൂപ്പര് കൊണ്ട് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങളിതാ ഇന്നലത്തെ വൈകുന്നേരത്തെ വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ റിൻഷിമോള ഫാത്തിമയുണ്ട് കേട്ടോ ഒപ്പം. അപ്പോൾ ഞങ്ങൾ മൂന്നാളും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞാനും ഉമ്മയും പോയിട്ട് വരടി എന്ന് പറഞ്ഞപ്പോൾ കേട്ടില്ല. അപ്പോൾ ഞങ്ങളും ഉണ്ട് കൊണ്ട് പിന്നാലെ എല്ലാവരും പാടെ വന്നു കേട്ടോ. അപ്പോൾ എവിടെ പോകുകയാണെങ്കിലും പിന്നാലെ എല്ലാവരും ഉണ്ടാവും ഒപ്പം. അപ്പോൾ റിയാസ്ക്ക് വൈകുന്നേരം ഓട്ടമൊക്കെ കഴിഞ്ഞ് ഇന്നലെ ലീവല്ലേ, കുറച്ച് നേരം തന്നെ ഓടാൻ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വന്നപ്പോൾ റിയാസ്ക്ക് പിന്നെ എവിടെ പോകുകയാണെങ്കിലും കുട്ടികളെയും കൊണ്ടുപോകും. കുട്ടികളെ ഇവിടെ ഒറ്റക്കാക്കിയിട്ടൊന്നും പോകില്ല. എവിടെ പോകുകയാണെങ്കിലും എല്ലാവരും പാടെ തന്നെ കേട്ടോ പോവുള്ളൂ. കുട്ടികൾ വേണം മൂപ്പർക്ക്. അപ്പോൾ അവർ വണ്ടി തിരിക്കാൻ പോയിക്കണ്ട. അപ്പോൾ തിരിച്ചിട്ട് അങ്ങനെ വരും. കുറച്ച് അപ്പോൾ വലിയ തോതിലൊന്നുമല്ല, ചെറിയൊരു ഒരു കിലോനൊക്കെ വെക്കണ ഒരു വട്ടയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ അത്രയൊക്കെ മതിയല്ലോ. പിന്നെ ഇപ്പോൾ വലുത് വാങ്ങാനുള്ള കപ്പാസിറ്റൊന്നും ഇല്ല. അപ്പോൾ കടയിൽ കയറിയപ്പോൾ എന്താ പറയുക, അത്ഭുത ലോകത്ത് എത്തിയ പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ പൈസ ഉണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും മേടിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പെണ്ണുങ്ങളല്ലേ ജാതി, എന്ത് കണ്ടാലും ആഗ്രഹമല്ലേ. ഇപ്പോൾ ഒരു തുണി കടയിൽ കയറിയാലും ഫാൻസി കടയിൽ കയറിയാലും എവിടെ കയറിയാലും നമുക്ക് കാണുമ്പോൾ ഒരു എന്താ പറയുക, ഒക്കെ കിട്ടിയാലേ തോന്നിപ്പോവും. അപ്പോൾ കണ്ടപ്പോൾ ഒരു ഇത് കേട്ടോ. അപ്പോൾ നമുക്ക് ഏതാ വാങ്ങേണ്ടത് ഇങ്ങനെ പൈസ ഉണ്ടെങ്കിൽ എല്ലാം വാങ്ങിയിട്ട് വരാൻ തോന്നും. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. സാധനങ്ങളൊക്കെ കുട്ടികൾക്കുള്ള ടിഫിൻ പാത്രം, സ്കൂളിൽ കുട്ടികൾക്ക് പോകുന്ന എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. എനിക്കപ്പോൾ ടിഫിൻ പാത്രമൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ എന്താ പറയുക, നമ്മൾ ആദ്യം അവിടെ നിന്ന് എടുത്ത ടിഫിൻ പാത്രം അവിടെ നിന്ന് എടുക്കേണ്ടിയിരുന്നില്ല, ഇവിടെ വന്ന് എടുത്താൽ മതി എന്ന് തോന്നിപ്പോയിട്ടോ. പക്ഷേ ഇവിടെ ഞായറാഴ്ചയല്ലേ, അപ്പോൾ ഈ കട മാത്രം ഉണ്ടായിരുന്നു, വേറെ ഏത് കടയില്ല. പിന്നെ അപ്പം ഉമ്മാൻ്റെ പെൻഷൻ കിട്ടിയപ്പം മരുന്ന് വാങ്ങേണ്ട പൈസയാണ് കേട്ടോ. എന്നാലും ഞാൻ ബിരിയാണി വെക്കാൻ പെരുന്നാളിന് വട്ടമില്ല എന്ന് പറഞ്ഞപ്പോൾ കുറേ വട്ടം പറഞ്ഞപ്പോഴാണ് കേട്ടോ വാങ്ങി തന്നത്. അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ ആദ്യമായിട്ട് കേട്ടോ അങ്ങനത്തെ ഒരു വട്ട മേടിക്കുന്നത്. എനിക്കിതുവരെ അങ്ങനെ വട്ടയൊന്നും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉള്ളത് ഞാൻ കുട്ടിയായിരിക്കും വെള്ളം കുടിയത്തെ വട്ടയാണ് കേട്ടോ അത്. അപ്പോൾ അതൊക്കെ കേട് വന്ന് നെളിങ്ങി ഇതായിപ്പോയി. ഇപ്പോൾ ടിഫിൻ പാത്രമൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൊതിയിട്ടാണ്. എന്താ രസം കാണാൻ, നല്ല നല്ല എന്താ പറയുക, ടേബിളിലൊക്കെ നിരത്തി നമുക്കിങ്ങനെ വെക്കാനുള്ള പാത്രങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് കണ്ണെടുക്കാൻ തോന്നിയില്ല, നല്ല രസം. അപ്പോൾ പിന്നെ അങ്ങനെ കുറേ നേരം കടയിൽ നിന്ന് എല്ലാം അങ്ങനെ ചന്തം എല്ലാത്തിൻ്റെ ഭംഗി ഇങ്ങനെ ആസ്വദിച്ചിട്ട്, പിന്നെ പെണ്ണുങ്ങൾക്ക് പിന്നെ എന്ത് കണ്ടാലും ആഗ്രഹം ഇല്ലാണ്ടിരിക്കില്ലല്ലേ, പെണ്ണല്ലേ മൃഗങ്ങൾ. അങ്ങനെ കുറേ നേരം കടൻ്റെ ഭംഗിയൊക്കെ നോക്കി നിന്നിട്ട് റിൻഷിമോൾക്ക് കണ്ടിട്ട് അയ്യോ അത് വേണം ഇത് വേണം എന്താ അവളുടെ ഒരു ഇത്. പിന്നെ അങ്ങനെ പക്ഷെ അധികം നമ്മുടെ കയ്യിൽ പൈസ ഒന്നും അധികം ഇല്ലാത്തതുകൊണ്ട് ഒരു കുഞ്ഞ് വട്ടയിട്ട് എടുത്തത്. അപ്പോൾ ഒരു കിലോനൊക്കെ വെക്കണ പോലത്തെ തൽക്കാലം അത് മതിയെന്ന് വിചാരിച്ചിട്ട് പിന്നെ അതൊക്കെ മേടിച്ച് നമ്മൾ വണ്ടിയിൽ കയറ്റിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ എവിടെയും നിന്നൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഞായറാഴ്ച ആയതുകൊണ്ട് അധികം തിരക്കും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാണ് കട. പിന്നെ അങ്ങനെ ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് വന്നു കേട്ടോ. പിന്നെ ഞാൻ അധികം വീഡിയോസൊന്നും എടുക്കാൻ നിന്നിട്ടില്ല. പിന്നെ അപ്പത്തിനും ഒരു 6 മണിയാവാനായി. പിന്നെ നമ്മുടെ തുണിക്കടയിൽ വലിയ പെരുന്നാളായിട്ട് നല്ല നല്ല ഫ്രോക്കുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ റിൻഷിമോളുടെ പ്രായത്തിലിടാൻ പറ്റിയ കുട്ടികൾക്കുള്ളതും അടിപൊളി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ മേടിച്ച വട്ടം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ. നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നാളെ വരാം. അതുവരെക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. ബൈ.